ആരാണ് ഹബീബിന്റെ മൗലിദ് ആദ്യം ഓതിയത് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ മനുഷ്യൻ തന്നെയാണ്. ആദ്യത്തെ മനുഷ്യൻ വാഴക്കാടോ അല്ലെങ്കിൽ വിളയിലോ ഒന്നുമല്ലല്ലോ. ആദ്യത്തെ മനുഷ്യൻ ഇന്ത്യയിൽ വെച്ചുകൊണ്ടാണ് മൗലിദിന് ആരംഭം കുറിച്ചത്. ആദ്യത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഇന്ത്യയിലേക്കാണ്. തൻ്റെ പ്രിയപ്പെട്ട മകനായ ശീസ അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പലപ്പോഴും പറയുമായിരുന്നു, ഇദാ ദക്കർതല്ലാഹ ഫദ്കുർ ഇലാ ജംബിഹി ഇസ്മ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ, നീ അള്ളാഹുവിനെ ഓർക്കുന്ന സമയത്ത് മുഴുവനും മുഹമ്മദ് നബിയെയും ഓർത്തോ. ഇത് മൗലിദ് അല്ലെങ്കിൽ എന്താ മൗലിദ്? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മൗലിദിനെ ഉദ്ഘാടനം കുറിച്ചത് മങ്കൂസുകാരനൊന്നുമല്ല. നിങ്ങൾ അങ്ങനെയല്ലോ പറയല്, മങ്കൂസുകാരൻ. മങ്കൂസുകാരനല്ല, നിങ്ങളെപ്പോലത്തെ പെങ്കൂസുകാരുമല്ല. ആദ്യമായി മൗലിദിന് ആരംഭം കുറിച്ചത് സാക്ഷാൽ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. പിന്നെ അവിടുന്ന് മൗലിദിന്റെ ഒരു പ്രവാഹമല്ലേ. എന്നാൽ മുത്തുനബിക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം ഔദ്യോഗികമായി, ഞാൻ അങ്ങനെ പറയാനൊക്കെ കാരണമുണ്ട്, ഔദ്യോഗികമായി നുബുവത്ത് കിട്ടിയതിന് ശേഷം ആദ്യമായി മൗലിദ് ഓതിയത് ഉമ്മമാരെ ഒരു പെണ്ണൊരുത്തിയ, ആണുങ്ങളല്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം അവിടുത്തെ മുമ്പിൽ ഇരുത്തിയിട്ട് ആദ്യമായിട്ട് മുസ്തഫ നബിയുടെ നുബുവത്തിൽ ചാലിച്ച പ്രകീർത്തനത്തിന് മൗലിദിനെ സമോദ്ഘാടനം കുറിച്ചത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയാണ്. ജബലുന്നൂറിന്റെ ഉത്തുംഗതയിലുള്ള ഹിറാ ഗുഹയിൽ നിന്ന് താഴെ ഇറങ്ങി ജിബിരീലിനെ കണ്ടതും നുബുവത്ത് ഏറ്റെടുത്തതുമായ ഉത്തരവാദിത്ത ബോധം കൊണ്ട് ഭീതിയുണ്ടായി പനിച്ച് വേർത്ത് ശരീരം വിറച്ച് താഴെ ഇറങ്ങിയ പുണ്യവാളനായ പ്രിയപ്പെട്ട വല്ലഭനെ മടിയിൽ കിടത്തിയിട്ട് പ്രകീർത്തനത്തിന്റെ ഒരു പ്രവാഹമായിരുന്നു. കല്ലാ വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ ലിഅന്നക തസിലുർ റഹിമ. ഇത് മൗലിദല്ലേ. വതഹ്മിലുൽ കല്ല മൗലിദല്ലേ. വതക്സിബുൽ മഅദൂമ മൗലിദല്ലേ. വതുഈനു അനാ വനവാഇബിൽ ഹഖ് മൗലിദല്ലേ. പിന്നെ അന്ന് ഏടുണ്ടായിരുന്നു. അന്ന് അതിന് തിരുവരങ്ങാടി പ്രശ്നം ഇല്ലല്ലോ, അതല്ല പേട്. സിദ്ദീഖ് റളിയല്ലാഹു ഷാഫി മദ്ഹബ് എന്നാന്ന് ചോദിക്കുക ചില ആൾക്കാർ. ഈ ഷാഫി മദ്ഹബ് എന്താന്ന് പഠിക്കണ്ടേ? വിഡ്ഢിത്തല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റബീഉൽ അവ്വൽ പ്രമാണിച്ച് നമ്മൾ സഫർ പാതിയിലെല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലോ. റബീഉൽ അവ്വലിന്റെ ഈ തള്ളിച്ച അതന്നെയാണ് ഇഷ്ക്. ഇഷ്ക് എന്ന് പറഞ്ഞാൽ സമയം കാത്തിരിക്കില്ല, തള്ളിച്ചയാണ്. ആ തള്ളിച്ച പ്രദേശത്തും കണ്ടു. അള്ളാഹു സന്തോഷത്തോടെ കബൂലാക്കി തരട്ടെ. അപ്പോൾ ഒരാൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തിരി മോഡേണിസ്റ്റാണ്. എന്നോട് പറഞ്ഞു, അതിന് പ്രകീർത്തനത്തിന് പാരാ എതിര്? പിന്നെ എന്തിനാ എതിര്? ഭക്ഷണം വെച്ചു കൊടുക്കണതിന് എതിരുണ്ടോ? ഇല്ല, അതിനും എതിരില്ല. പിന്നെ ഇതൊക്കെ കൂടി ഇങ്ങോട്ട് കൂടണേനാണ് കുഴപ്പം. അതിന് മൂപ്പര് നല്ല ഒരു ഉദാഹരണം എന്നോട് പറഞ്ഞു തന്നു. എന്താ അറിയോ? മുന്തിരിക്ക് കുഴപ്പമില്ല, മുന്തിരിന്റെ ചാറിനും കുഴപ്പമില്ല, അത് ജ്യൂസ് അടിച്ചാലും കുഴപ്പമില്ല. കള്ളായിട്ട് അത് പലരും കൂടി കണ്ട് ചേരുവായിട്ട് കള്ളായാൽ കുഴപ്പമാണ്. എന്ന പോലെ മദഹിന് കുഴപ്പമില്ല, ഭക്ഷണം കൊടുക്കണതിന് കുഴപ്പമില്ല, പാടണതിന് കുഴപ്പമില്ല, ഒക്കെ കൂടി കണ്ട് കൂടിയിട്ട് ഒരു പേരിടുന്നതിന് കുഴപ്പമാന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ആ പണീനല്ലേ ഇപ്പം നിങ്ങൾ കൊടുക്കണം. കാരണം മൂപ്പര് ചായ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പച്ചവെള്ളത്തിന് കുഴപ്പമില്ല, ചായപ്പൊടിക്ക് കുഴപ്പമില്ല, പഞ്ചസാരക്കും കുഴപ്പമില്ല. ഇതൊക്കെ കൂടി കൂടിയിട്ട് ചായ ആകുമ്പോൾ കുഴപ്പമെന്ന് ഇപ്പം എനിക്കും പറഞ്ഞൂടെ. പണിയനെലിപ്പങ്ങൾ കൊടുക്കണം വെച്ച്. കള്ളിന്റെ പണിയനെലിപ്പങ്ങൾ കൊടുക്കണം. കള്ള് ഹറാമാണ്, ചായ ഹലാലാണ്. എന്താ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ അതിൽ കുടുങ്ങി. ആയി കുടുങ്ങി. ഉദാഹരണം പറയാണ് കണ്ടങ്ങള്. അപ്പൊ എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചിരിക്കണം. അതാണ് ഒരു കാര്യം ഉറപ്പാണ്. അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ലക്ഷങ്ങൾ സന്തോഷത്തിലാണ്. കാരണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷങ്ങളല്ല, കോടികൾ സന്തോഷത്തിലാണ്.
لما ظهر عم البشرى لأى البصرى كسرا كسرا غالت ساوى فعل سماوى أهل وداوى نادوا حضرا زان الجنة صاح الجنة جاء المنى تترا تترا سيد عدنان ماهي الأديان كل الأكوان منه افتخرا എല്ലാ ലമ്മാ ലഹറ മുത്തനബി വെളിവായപ്പോൾ അമ്മൽ ബുഷറ സന്തോഷം വ്യാപകമായി. പക്ഷേ ഒരു വിഭാഗം മാത്രം സന്താപത്തിലായി, ദുഃഖത്തിലായി. അത് ഇബ്ലീസും ശിങ്കടികളുമാണ്. അന്ന് തുടങ്ങിയാണ്, ഇന്നും അതിൻ്റെ അലയോലിയുണ്ട്. എന്താണ് ഏതാണ് എന്നൊന്നും ഞാൻ പറയണ്ട. റബീഉൽ അവ്വൽ ഇങ്ങോട്ടായാൽ രണ്ട് വിഭാഗം ആളുകൾ റോട്ടിൽ ഇറങ്ങും. ഒന്ന് നബിദിനം ബിദ്അത്താണ്, മറ്റൊന്ന് നബിദിനം പ്രശംസനീയമാണ് എന്ന് പറഞ്ഞ്. അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇഷ്ക് അങ്ങാടിയിലെ കലവില കൊണ്ട് നിൽക്കുമെന്ന് ആരും കരുതണ്ട. ഇഷ്ക് ഒരു പ്രവാഹമാണ്, ഒരു കൊടുങ്കാറ്റാണ്, ഒരു മിന്നൽ പിടരാൻ, ചിലപ്പോൾ ഇടിനാദമാണ്, ചിലപ്പോൾ മന്ദമാരുതനാണ്. ഇഷ്കിനെ തടയിടാൻ ലോകത്തൊരു വൻകിട ശക്തിക്കും സാധ്യമല്ല. അതാണ് മഹബ്ബത്ത്, അതാണ് ഇഷ്ക്. മുസ്തഫ നബി ഒറ്റയാളായി തുടങ്ങിയതല്ലേ. ജാഹിലിയ സംസ്കൃതിയിൽ, കൾച്ചറിൽ വിശുദ്ധമായ ആദർശത്തിന്റെ പ്രദർശനവും നിദർശനവും പ്രചരണവും പ്രബോധനവും ഒന്നിൽ നിന്ന് തുടങ്ങിയതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ 23 കൊല്ലം കൊണ്ട് ആഗോളാടിസ്ഥാനത്തില് ഒരഭിപ്രായ പ്രകാരം 10 ലക്ഷം അനുയായികള് മക്ക മദീനയിൽ മാത്രമല്ല, റസൂലുള്ളാഹിന്റെ വേർപാടിന്റെ സമയത്ത് ഈ ഭൂപ്രപഞ്ചത്തിലുണ്ട് എന്ന് ചില ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുകയാണ്. ഒന്നിൽ നിന്ന് 10 ലക്ഷമാക്കി മുഹമ്മദ് മുസ്തഫ. അന്നത്തെ 10 ലക്ഷം, ഇന്നിപ്പോൾ 800 കോടി മനുഷ്യന്മാരുണ്ട്. അന്ന് ലോകാടിസ്ഥാനത്തിൽ 15 കോടിൻ്റെ അപ്പുറമില്ല. അതിനാണ് 10 ലക്ഷം ഉണ്ടാക്കിയത്. എന്നാ റസൂലുള്ള എല്ലായിടത്തേക്കും പോയിട്ടുണ്ടോ? ഇന്ന് നേതാക്കൾ എല്ലായിടത്തേക്കും എത്തൂലേ? സംഘടനാ നേതാക്കൾ എത്താത്തൊരു സ്ഥലമുണ്ടോ? അവരെന്നെ പോവും, അവർ പ്രസംഗിക്കും, അവർ മെമ്പർഷിപ്പ് എടുക്കും. അങ്ങനെയല്ലേ? അള്ളാഹുവിന്റെ റസൂൽ എല്ലായിടത്തും എത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ കേരളത്തിൽ വന്നിട്ടില്ലല്ലോ. പക്ഷേ മുത്തനബി മദീനയിൽ ഭരണം നടത്തുന്ന സമയത്ത് കേരളത്തിൽ പള്ളിയുണ്ട്, മുസ്ലിം ഉണ്ട് എന്നല്ല, പള്ളിയുണ്ട്. കണ്ണൂർ മാടായി പള്ളിയുടെ ചുമരിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഹിജറ 5-ാം കൊല്ലത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ കേരളത്തിൽ വന്നിട്ടില്ല. കാരണം ഒന്നിൽ നിന്ന് തുടങ്ങി വഫാത്തിന്റെ സമയത്ത് 10 ലക്ഷമാക്കി മക്ക മദീനകളിൽ മാത്രം സഞ്ചരിച്ചിട്ട് മുത്തു മുഹമ്മദ് മുസ്തഫ. നുബുവത്തിന് ശേഷം ആദ്യമായി മുത്തുനബിയുടെ മൗലിദിനെ തിരികൊളുത്തിയത് ഉമ്മമാരെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയാണ്. പിന്നെ അങ്ങോട്ട് മൗലിദ് തന്നെ എവിടെ ഇല്ലാത്തത്? അപ്പൊ പറയും ഈ കോലത്തിലുണ്ടോ? അന്ന് നിക്കാഹുണ്ട്, പക്ഷെ ഇക്കോലത്ത് നിക്കാഹുണ്ടോ? ഒന്ന് നടക്കണേ കല്യാണം അന്നുണ്ടോ? എന്ന് അതൊക്കെ നിർത്തിയാക്കി. കല്യാണം ഉണ്ട്, അന്നിക്കാവും ഈ സുന്നത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിന്റെ എൻ്റെ വീട്ടിൽ നടക്കുന്ന പോലെയാണോ അന്നത്തെ കല്യാണം? അന്ന് പള്ളിയുണ്ട്, പക്ഷെ ഇക്കോലത്തിലുള്ള പള്ളിയുണ്ടോ? കാരണം റസൂലുള്ളാഹിന്റെ കാലത്തെ പള്ളിക്ക് തട്ടില്ല. അന്ന് തട്ടുണ്ടാക്കാൻ സൗകര്യമില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാരണം മണ്ണും കല്ലൊക്കെ അന്നില്ലേ. സിമന്റല്ലില്ലാത്തുള്ളൂ, കുമാലില്ലാത്തുള്ളൂ, കമ്പിയല്ലില്ലാത്തുള്ളൂ, മാർബിളല്ലില്ലാത്തുള്ളൂ. അന്നെന്താ തട്ടുണ്ടായിക്കൂടെ? മണ്ണും കല്ലും കുഴച്ചിട്ട് തട്ടുണ്ടായിക്കൂടെ? ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അന്ന് തട്ടില്ല. അപ്പം ഇനി ഇന്ന് എന്ത് വെക്കണം? തട്ടില്ലാത്ത പള്ളിയൊക്കെ തട്ടിൻ്റെ മേലെ ഇരുന്നാൽ വിദേഹത്ത് വരും എന്ന് പറയാം. ജുമാക്ക് മേലെ ഇരുന്നാൽ അവരൊന്നും നിസ്കാരം ചേരാവില്ല. കാരണം ഒക്കെ മുത്തരീങ്ങളാണ്. കാരണം റസൂലുള്ളാഹിന്റെ കാലത്തെ പള്ളിക്ക് തട്ടില്ല. ഇവർ തട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഇരുന്നിട്ടാണ് നിക്കാരം കൊണ്ട് കളിക്കുന്നത്. പറയും നാളെ പ്രസംഗിക്കും തുടങ്ങി. ഞാൻ പുതിയ വിഷയം ഉണ്ടാക്കി തരാം. എനിക്ക് വിഷയത്തിന് എന്തെങ്കിലും പഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. അപ്പം 2 വിഷയം ഇട്ടൊന്നു. ഇനി 3-ാമത്തെ കേട്ടോളൂ. അന്ന് ഭക്ഷണം കൊടുക്കലുണ്ട്, പക്ഷെ ഇന്നത്തെ കൊയ്മന്തി അന്നുണ്ടോ? അപ്പൊ അന്നത്തെ ഭക്ഷണം മാത്രം കൊടുക്ക്. എടോ, അതിന് ഇബാദത്ത് 2 തരത്തിലുണ്ട്. ഒന്ന് രൂപം നിർണിതമായതുണ്ട്, രൂപം നിർണിതമല്ലാത്തുണ്ട്. ഇസ്ലാം കാര്യത്തിൽ ഇബാദത്ത് മുഴുവനും രൂപം നിർണിതാണ്. ഓക്കെ, 5 വക്ത് നിസ്കാരം അത് 6 വക്താക്കാൻ പറ്റൂല, 4 വക്താക്കാനും പറ്റൂല. മഗ്രിബ് 4 റക്അത്താക്കാനും പറ്റില്ല, 2 റക്അത്താക്കാനും പറ്റില്ല. ഇശാ 3 റക്അത്താക്കാനും പറ്റില്ല, 5 റക്അത്താക്കാൻ പറ്റില്ല. സുബഹിക്ക് ഒരാൾ എണീറ്റിട്ട് പറയണം അല്ലാഹു തആല 2 റക്അത്താക്കിയത് എണീറ്റിട്ട് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ടാണ്. എനിക്കിപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ സുബഹി ഒരു 5 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വാദിച്ച് നിസ്കരിച്ചാൽ ഇസ്ലാം എന്നാണ്ട് പുറത്തു പോകും. കാരണം ഇജ്മാഇനെതിരാണ്. അത് രൂപം നിർണിച്ച.
സക്കാത്ത് രൂപം നിർണയിച്ചതാണ്. അത് കൊല്ലം കൂടുമ്പോൾ കണക്കൂട്ടി കൊടുക്കേണ്ട സംഗതിയാണ്. അതെന്നെ വ്യക്തിപരമായിട്ട് കൊടുക്കണം, കമ്മിറ്റിനെ ഏൽപ്പിക്കാനും പാടില്ല. അതൊക്കെ രൂപം നിർണീതാണ്. ഹജ്ജ് രൂപം നിർണീതാണ്. ശവ്വാല് പറ്റൂല, ശവ്വാല് ഇഹ്റാം ചെയ്യാം, പക്ഷേ ശവ്വാല് അറഫി പോയിക്കാൻ പറ്റുമോ? മുഹറത്തിൽ ഹജ്ജിന് പോകാൻ പറ്റുമോ? ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ട് മുഹറത്തിൽ പോകാൻ പറ്റുമോ? അത് രൂപം നിർണ്ണയിക്കപ്പെട്ട. പക്ഷേ രൂപം നിർണ്ണയിക്കാത്ത ചില രംഗങ്ങളുണ്ട്. അതാണ് ബിനാഉൽ മസ്ജിദ്, പള്ളി നിർമ്മാണം. അത് കൂലിട്ടുന്ന കാല. രൂപം ഇന്ന രൂപത്തിൽ റസൂല് പഠിപ്പിച്ചില്ല. നാട്ടിൽ എല്ലായിടത്തും പള്ളി ഉണ്ടാക്കണ്ടേ? അതിനൊക്കെ അന്ന് മാപ്പ് തരികയാണെങ്കിൽ ജനങ്ങൾ കുടുങ്ങൂലേ? രൂപം നിർണ്ണയിതല്ല. അപ്പോൾ ഏത് രൂപത്തിലുണ്ടാക്കുക? ഏതെല്ലാ രീതിയിലുള്ള പള്ളി ഉണ്ടെന്ന് ലോകത്ത് ഒക്കെ കൂലിട്ടുന്ന കാര്യമില്ലേ? അവിടൊക്കെ മമ്പനാബി ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന ഹദീസ് ഓതിട്ട് അർത്ഥം വെക്കുന്ന ആൾക്കാരെ പള്ളിൻ്റെ രൂപത്തിലേക്ക് ഞങ്ങൾ നോക്കൂല. എന്തുകൊണ്ട്? മാപ്പ് കാണിച്ചു തന്നിട്ടില്ല. പള്ളി ഉണ്ടായിക്കോളി എന്ന് പറഞ്ഞേ ഏത് രൂപത്തിലും ആകാം. ഭക്ഷണം കൊടുത്തോളി, ഇത്വാം, അതിനെന്നെ ബാബുണ്ട് ഫിഖഹിൽ, അത് കൂലിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഏത് ഭക്ഷണം എന്നന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാൽ കുടുങ്ങൂലേ? അത് പറഞ്ഞാൽ കുടുങ്ങൂലേ? ദഅവത്ത്, പ്രബോധനം, അത് വലിയ കൂലിയുള്ള കാര്യമാണ്. പക്ഷെ രൂപം പറഞ്ഞിട്ടില്ല. അന്നത്തെ അതേ രൂപത്തിൽ പ്രബോധനം നടത്തുകയാണെങ്കിൽ ഓരോ ആളുകൾ ഒട്ടയെ പുറത്തേറിയിട്ട് പോകണ്ടേ അല്ലേ? അന്നത്തെ അതേ രൂപത്തിൽ ദഅവത്തുണ്ടോ? ഇല്ല. അപ്പൊ രൂപം നിർണീതമല്ല. ചിന്തിക്കണേ. രൂപം നിർണീതമല്ലാത്തതിൽപ്പെട്ടതാണ് സ്നേഹപ്രകടനം. സ്നേഹപ്രകടനം, ആഘോഷപ്രകടനം കൃത്യമായി ഖുർആൻ പറഞ്ഞതാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫറഹൂ. എതിർക്കുന്ന മുഴുവൻ ആളുകളും ഈ ആയത്തിലേക്ക് അർത്ഥം വെച്ച് പോകാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി എന്നതിന് ശേഷം ഫൽയഫറഹൂ എന്നതിൻ്റെ ഇടയിൽ ഫബിദാലിക ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്യണേ. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാര് പറയുന്നു, അവിടെ ഫബിദാലിക എന്ന് പറയാനുള്ള കാരണോ, ആഘോഷ പ്രകടനം നടത്തുകയാണെങ്കിൽ, സന്തോഷ പ്രകടനം നടത്തുകയാണെങ്കിൽ, ആഹ്ലാദ പ്രകടനം നടത്തുകയാണെങ്കിൽ അതിന് ഏറ്റവും ബന്ധപ്പെട്ടത് ബിൽഡിംഗ് അല്ല, സംഘടനയല്ല, ബർത്ത്ഡേ അല്ല, മറ്റുള്ള മനുഷ്യന്മാരുടെ ബർത്ത്ഡേ അല്ല, മറിച്ച് മുത്തുനബിയാണേ. ഒരാൾക്ക് ആഘോഷ പ്രകടനം നടത്തണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും ബന്ധപ്പെട്ടത് റഹ്മത്തുൽ ലിൽ ആലമീനായ, റാഹത്തുൽ ലിൽ ആശിഖീനായ മുഹമ്മദ് മുസ്തഫ എല്ലാ ദിവസങ്ങളിലും ആഘോഷിക്കേണ്ടതാണ്. എല്ലാ ദിവസങ്ങളിലും ആഘോഷിക്കുന്നുമുണ്ട്. പക്ഷെ അള്ളാന്റെ റസൂല് ജനിച്ച ദിവസം വരുമ്പോൾ ഒരു സ്വാഭാവികമായ സ്നേഹത്തിന്റെ ഒഴുക്കാണ്. പ്രത്യേകമായ പേര് വെച്ചുകൊണ്ട് പ്രത്യേകമായ ഭാവത്തിലോ സ്വഭാവത്തിലോ ആഘോഷിക്കുക എന്നത് മഹബത്തിൽ നിർഗളിക്കുന്ന, മഹബത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സ്വഭാവമാ. അതുകൊണ്ടുള്ള നേട്ടമോ, പല ആളുകളും നിസ്കാരം തുടങ്ങുന്നതാണ്, പല ആളുകളും കള്ളുകുടി ഒഴിവാക്കുന്നതാണ്, പല ആളുകളും സുന്നത്തെടുക്കുന്നതാണ്. കാരണം അതിൽ പ്രധാനപ്പെട്ടത് റസൂലുള്ളാന്റെ മദ്ഹ് പറയലാണ്. മദ്ഹ് പറയുന്ന സമയത്ത് സ്വർഗം പറയും, നരകം പറയും, സ്വർഗത്തിലേക്കുള്ള കാരണങ്ങൾ പറയോ, നരകത്തിൽ പോകുന്നതിനുള്ള ലക്ഷണങ്ങൾ പറയോ. റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് ഒരു ഇത്തിരി സ്നേഹത്തിന്റെ കണികയെങ്കിലും ഉള്ളിലുണ്ടായിട്ടോ ഏതെങ്കിലും ഒരു തമ്മാടി വന്നിരുന്നാൽ തന്നെ പിച്ചവെച്ച് വളരുന്ന കൊച്ചുമക്കളുടെ അതിരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന റസൂലുള്ളാഹിന്റെ ചരിത്രം അങ്ങ് കേട്ടാ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനിയായി. പള്ളിയിൽ കയറാത്തവൻ പള്ളിയിൽ കയറി. ലിബറലിസം കയറിയിട്ടുള്ള എത്ര മക്കളാണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് കേട്ടിട്ട് തിരിച്ചു വന്നത്? എന്റെ സദസ്സിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ തന്നെ പ്രസംഗത്തിനിടയിൽ ഒരു അനുഭവം ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സുഹൃത്ത് നേരെ എന്റെ മജ്ലിസിൽ വന്ന് ഇരുന്നിട്ടുണ്ട്. യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞിട്ടില്ലേലോ, യുക്തിവാദികളെ നഖശിഖാന്തം എതിർത്തില്ലേലോ, യുക്തിവാദികളുടെ ബലഹീനമായ ചോദ്യചിഹ്നങ്ങളുടെ മുനയെ ഒടിക്കാൻ മൂർച്ചയുള്ള അക്ഷരങ്ങൾ പ്രയോഗിച്ചില്ലേലോ, ഉള്ളറിവിന്റെ ഉള്ളുകൊണ്ട് തുറന്നുകൊണ്ട് നാവ് കൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് അങ്ങ് പറഞ്ഞാൽ ലിബറലിസ്റ്റുകളും മാറുന്ന അത്ഭുതം കാണാമേ. ഇത് കാരുണ്യത്തിന്റെ കടലാണ്, ഇത് സ്നേഹത്തിന്റെ കേദാരമാണ്.
ഇത് അനുഗ്രഹത്തിന്റെ ആരാമമാണ്, ഇത് ഹൃദയങ്ങളുടെ ദർപ്പമാണ്, ഇത് ഇസ്ലാമിന്റെ അസാസാണ്. ഇസ്ലാമിന് ഒരു ബേസ് ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്, ഈമാനിനോട് അടിക്കല്ലുണ്ട്, ആണിക്കല്ലുണ്ട്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയാണ്.